രാവിലെ തീരുമാനിക്കും ഇന്ന് ഡയറ്റാണെന്ന്, എന്നാൽ രാത്രിയായിരിക്കും ഏറ്റവും കൂടുതൽ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത്. അതും ഡൈജസ്റ്റ് ആവാൻ പോലും ടൈം കൊടുക്കാതെ നമ്മൾ പോയി കിടന്നുറങ്ങുകയും ചെയ്യും. രാത്രി വിശപ്പ് കുറയ്ക്കാനും അനാവശ്യമായ ക്രേവിങ്സ് ഒഴിവാക്കാനും ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് റെസിപ്പി കാണിച്ചു തരാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും. ആദ്യം ഒരു കടായി വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 വെളുത്തുള്ളി ചെറുതായി ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി സൂപ്പിൽ അല്ലെങ്കിൽ നമ്മൾ ദിവസവുമുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഗ്യാസിനും അസിഡിറ്റി പോലെയുള്ളവയെ പൂർണ്ണമായി ഇല്ലാതാക്കാനും സഹായിക്കും. കൂടാതെ ദഹന പ്രക്രിയ വളരെ ഈസി ആകാനും ഇത് സഹായിക്കും. ശരീരത്തിലെ ചീഞ്ഞ കൊളസ്ട്രോൾ അതായത് LDL കുറയ്ക്കാനും രക്തയോട്ടം പ്രോപ്പർ ആക്കാനും വെളുത്തുള്ളിക്ക് സാധിക്കും. ഒന്ന് പച്ചമണം മാറുന്ന സമയത്ത് ഇതിലേക്ക് ബേ ലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3-4 ചെറിയ ഉള്ളി അത് നമ്മൾ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി അല്ലെങ്കിൽ ഒരു പകുതി സവാള ചേർത്ത് കൊടുത്താലും മതിയാവും. രാത്രി ഹെവി ആയിട്ട് കഴിക്കുന്നത് ഒഴിവാക്കി ലോ കാലറി ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ബോഡിക്ക് ഡൈജഷൻ വളരെ ഈസിയായി നടക്കുകയും പിന്നെ രാത്രി അടിഞ്ഞുകൂടുന്ന ഫാറ്റ് ബേൺ ചെയ്യാനും പെട്ടെന്ന് സഹായിക്കും. ബ്രൊക്കോളിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് വരെ ഈ സൂപ്പ് കുടിക്കുമ്പോൾ തീർച്ചയായും ഇഷ്ടമാകും. കാരണം ആ ഒരു ബ്രൊക്കോളിന്റെ ടേസ്റ്റ് അല്ല ഇത് ഉണ്ടാക്കി വരുമ്പോൾ. ഇതിൽ ലോ കാലറി ആയതുകൊണ്ട് തന്നെ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ടും വളരെയധികം ഫുള്ളായിരിക്കാനും ഈ സൂപ്പ് നമ്മളെ സഹായിക്കും. നമുക്ക് ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മധുരം കഴിക്കാനോ അല്ലെങ്കിൽ ചോക്ലേറ്റ് തിന്നാനോ തോന്നൂലേ? അതൊക്കെ അൺഹെൽത്തി ആയിട്ട് കഴിക്കുന്നതിന്റെ പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ അനാവശ്യമായ ക്രേവിങ്സ് നമുക്ക് ഒഴിവാക്കാം. നിങ്ങൾക്കൊരു വെയിറ്റ് ലോസിന്റെയോ വെയിറ്റ് ഗെയിൻ്റെയോ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് പറ്റിയ ഒരു റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ താഴെ സജഷൻസ് തരണേ. ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 2 കട്ട് ചെയ്ത പനീറും 3 ആൽമണ്ട്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പനീർ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളൊരു ക്രീമി ടെക്സ്ചർ സൂപ്പിന് കൊടുക്കാനും കൂടാതെ പ്രോട്ടീൻ ആൻഡ് കാൽഷ്യം ധാരാളം ഉള്ളതുകൊണ്ടും വെയിറ്റ് ലോസിന് വളരെയധികം ഇത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. കാൽഷ്യം അടങ്ങിയത് കൊണ്ട് നമ്മളെ ബോണിന്റെയും ടീത്തിന്റെയും ഒക്കെ ആരോഗ്യത്തിന് ഇത് വളരെ അധികം സഹായിക്കുകയും ചെയ്യുന്നു. ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ബ്രൊക്കോളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മഞ്ഞളും ഉപ്പും ഇട്ട് കഴുകി വെച്ചതാണ്. എപ്പോഴും ബ്രൊക്കോളി ഉപയോഗിക്കുമ്പോൾ നല്ലപോലെ കഴുകാൻ മറക്കരുത്. കാരണം ഇതിന്റെ ഉള്ളിലായിരിക്കും പ്രാണികളൊക്കെ ഉണ്ടാകുന്നത്. അത് ചിലപ്പോൾ നമ്മളെ കണ്ണിൽ പോലും പെടുകയില്ല. അതുകൊണ്ട് നല്ലപോലെ കഴുകി മാത്രം ഉപയോഗിക്കണേ. കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വെന്ത് വരട്ടെ. നല്ലപോലെ മൂടി വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ബദാം പൊതിർക്കാണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ബദാമിന് പകരം അണ്ടിപ്പരിപ്പായാലും ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ഉപയോഗിക്കരുത്. മാക്സിമം ഒരു 2-3 മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. മുന്നേ സൂചിപ്പിച്ച പോലെ ഈ സൂപ്പ് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ കഴിച്ചാൽ നമുക്ക് അനാവശ്യമായ ക്രേവിങ്സും ഹെവി ആയിട്ടുള്ള ഫുഡ് അല്ലാത്തത് കൊണ്ടും രാവിലെ ഒരു ലൈറ്റ് ആയ ഫീലിംഗ് നമുക്ക് ഉണ്ടാകും. ഇതിപ്പോൾ പ്രോപ്പറായിട്ട് കുക്കായിട്ടില്ല. കുറച്ചു നേരം കൂടി നമുക്കിത് വേവിച്ചെടുക്കാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് ഇത് തണിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് അരച്ചെടുക്കാം. ഞാൻ ഇത് അരക്കുന്ന സമയത്ത് ബേ ലീഫ് ഇടുന്നില്ല, അത് എടുത്ത് മാറ്റും. കാരണം അത് അരക്കുമ്പോൾ ഒരു വേറെ തന്നെ ഫ്ലേവറായി മാറും. പിന്നെ ഇനി ഒരു മിക്സീൻ്റെ ജാറിൽ ഈ കഷ്ണങ്ങൾ മാത്രം ഇട്ട് കൊടുക്കാം. മൊത്തത്തിൽ ഒഴിച്ചാൽ വെള്ളം പോലെ ആയിപ്പോകുകയും ചിലപ്പോൾ മിക്സീനെ തെറിച്ച് പുറത്ത് വരാൻ ചാൻസും ഉണ്ട്. അതുകൊണ്ട് വെള്ളം കുറച്ച് മാത്രം ഒഴിച്ച് ഒരു നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി നമുക്ക് അരച്ചെടുക്കാം. ഇത് കണ്ടോ, നല്ല സ്മൂത്തായി അരഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ബദാം പൊതിർക്കാണ്ട് ചേർത്തിട്ട് പോലും ഇത് നല്ലപോലെ അരഞ്ഞു വന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അരക്കുമ്പോൾ തന്നെ നല്ല അരഞ്ഞു വന്നോളൂ. ഇനി ഇത് അതേ കടായിലേക്ക് ഒഴിച്ച് ഫ്ലെയിം ഓൺ ആക്കാം. ബാക്കി വേവിച്ച വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. കുറച്ച് ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് തികച്ചും ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ ഒഴിവാക്കാം.
ഇതിപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എത്രത്തോളം തിക്ക് ആൻഡ് ക്രീമി ആയിട്ടുള്ളൊരു സൂപ്പാണെന്ന്. ആഴ്ചയിൽ ഒരു 2-3 ദിവസം ഇത് കുടിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തന്നെ ഇതിൽ കുടിക്കുമ്പോൾ ഉള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെയിറ്റ് ലോസ് റെസിപ്പിയാണിത്. സൂപ്പിൽ നമ്മൾ ലാസ്റ്റ് കുറച്ച് പംകിൻ സീഡോ അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡോ കൂടി ചേർത്ത് കൊടുത്താൽ കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടും ഹെയറിനും സ്കിന്നിനും നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്ന് രാത്രി തന്നെ ഈ ബ്രൊക്കോളി സൂപ്പ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യും എന്ന് കമന്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിലും നല്ല റെസിപ്പീസ് ആയിട്ട് വരാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കല്ലേ. താങ്ക് യു സോ മച്ച്.